പുതിയൊരു റീവർക്ക് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് റീവർക്കിന് വന്ന ഒരു ആംപ്ലിഫയർ ആയിരുന്നു. ഇതിൽ ആദ്യം വരുന്നത് ഈ ഒരു ബോർഡായിരുന്നു. 32 വോൾട്ട് 10 ആംപിയറിൻ്റെ ടൊറോയിഡിൽ കൊടുത്ത് 10 മിനിറ്റ് മാത്രമേ ഈ ബോർഡ് കേട്ടുള്ളൂ. കാരണം പറഞ്ഞുതരാം. ഇതിൽ തോഷിബയാണ് ഇരിക്കുന്നതിൻ്റെ ഡ്രൈവ് എല്ലാം BD139 140 ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BD139 40 60 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ക്രോസ് വോൾട്ടേജ്, ഡുവൽ ക്രോസ് വോൾട്ടേജിൽ ഈ ചെറിയ ഡ്രൈവ് കുറച്ച് നേരമേ പിടിച്ച് നിൽക്കത്തുള്ളൂ, കംപ്ലൈൻ്റ് ആയി പോകും. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഈ ക്ലാസ് AB തോഷിബയുടെ ഈ ബോർഡിൽ ഇതിൻ്റെ ഡ്രൈവ് വരുന്നത് കംപ്ലീറ്റ് 160 വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ്. 1837 47 93 ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹൈ വോൾട്ടേജിൽ നമുക്ക് ഈ ബോർഡ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഡ്രൈവ് എല്ലാം ക്രോസ് വോൾട്ടേജ് ഡുവൽ വന്നാലും 100 വോൾട്ടിന് മുകളിൽ പിടിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ക്ലാസ് AB ബോർഡ് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന BT ഞാൻ മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിരുന്ന സെയിം BT ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 3 ICയുടേതാണ്. ഇതിപ്പോൾ സ്റ്റീരിയോ ചാനലാണ്. ഈ സബ് ഔട്ട് ഒരു ഗെയിൻ സർക്യൂട്ട് വഴി ഔട്ട് ചെയ്തിട്ടുണ്ട്, നോൺ ഇൻവെർട്ടർ വഴി ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രൈവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നലെ ഞാൻ ചെയ്ത ടവറാണ്. ഇത് ഹൈയുടെ 10 ഇഞ്ച് ഊഫറാണ്. മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ HF ആണ്. മെഡ് റേഞ്ചിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കാർ സ്പീക്കറാണ്. ഹമാൻ്റെ കാർ സ്പീക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 3 വേ ആണ്. ഇതായിരുന്നു ഇതിൻ്റെ LED കണക്ട് ചെയ്യുന്നതിന് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ.